ഹലോ, ഞാൻ എന്തിനാ അറിയോ, ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഹെയർ കെയറും ഒരു ഫേസ് പാക്കും ഞാൻ കാണിച്ചു തരാമെന്ന്. ഈ ഫേസ് പാക്ക് ഞാൻ സ്വന്തം കണ്ടുപിടിച്ചൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പരീക്ഷ നോക്കാൻ പറയാനൊന്നും എനിക്ക് പേടിയാണ്. ഞാൻ എന്തായാലും പരീക്ഷിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ മാതിരി വെറുതെ എന്തിനാ, എന്നാലും എന്നോട് ചോദിക്കുന്ന ആൾക്കാർ എന്താണ് ചെയ്യണതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ എന്താ ഇങ്ങനെ പറയുക, ഡെയിലി റൂട്ടീനാണ് എൻ്റെ അടുത്ത് എല്ലാവരും ചെയ്യും. ഈ ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്കില്ല. എന്ന് ചെയ്യുന്നൊന്നല്ല നാളെയും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇന്ന് മുടീൻ്റെ കാര്യത്തിൽ ഞാൻ സ്ഥായിയായിട്ടൊരു കാര്യം തന്നെ ചെയ്യുന്നുള്ളൂ. അതിന് മുന്നേ ഞാൻ പറഞ്ഞാണ്, ആരൊക്കെയോ പറഞ്ഞു അതിൻ്റെ വീഡിയോ ഒന്നും കൂടി ഇടുമോ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണേ. എന്താണെന്നറിയോ, ഞാൻ കുളിക്കാൻ പോകണേ ഉള്ളൂ, മീൻസ് തലയിൽ എണ്ണയൊക്കെ തേക്കാൻ പോവാം. നമ്മൾ ഇങ്ങനെ 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 എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നേയും കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ചീർപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറെന്ന്. ഞാൻ ഈ മൈക്കല്ല, ഇതിൻ്റെ ഈ സാധനമാണ്, ഇതിലൂടെ ഞാൻ മൈക്കൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇതിൻ്റെ സാധനത്തിൽ കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് വരും. അത് സാരില്ലല്ലോ അല്ലേ. പറയുമ്പോൾ ഒരു മൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാൻ വിചാരിക്കും ആ മൈക്ക് വാങ്ങിയിട്ട് ഞാനത് അവിടെ വലിയ യൂസിൽ, നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ വീഡിയോൻ്റെ ഒരു ഇത്. ഇന്നൊരു 2 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തേക്ക് വരില്ല. അപ്പോൾ വെറുതെ ആ മൈക്ക് അവിടെ കിടക്കണം കണ്ടു കഴിഞ്ഞാൽ രാജുവിന് ഭ്രാന്താവും. എന്തിനാ ഒരു ആവേശത്തിന് വാങ്ങണത് എന്ന് ചിന്തിക്കും. അങ്ങനെ വേണ്ട വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്നാലും വേണ്ടില്ല, ഒരു മൈക്ക് വാങ്ങണം നന്നായിരിക്കുമല്ലേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? അപ്പോൾ മുടി നല്ലോണം അങ്ങനെ ചീകി വെച്ചു. അതിന് ശേഷം ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു, വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെർജിൻ കോക്കനട്ട് ഓയിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അതിന് ഞാനൊരു പ്ലേറ്റിൽ കൊണ്ടുവന്ന കേട്ടോ. താഴെ എൻ്റേത് തീർന്നു പോയപ്പോൾ ഞാൻ അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കുപ്പി. അപ്പോൾ അമ്മേൻ്റെത് ഞാൻ ആ കുപ്പിയോട് കൂടി എടുത്തുകൊണ്ട് വന്ന്, പിന്നെ ഞാൻ മറന്നുകൊണ്ട് താഴെ കൊണ്ടയ്ക്കാൻ മറന്നു പോവോ വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി പ്ലേറ്റിലെടുത്തിട്ട് കൊണ്ടുവന്നതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. നല്ല സ്മെല്ലൊക്കെയാണ്. അവർ പറയുന്നത് മറ്റേ ശരിക്കും പറയില്ലേ, നാളികേരപ്പാലിൽ എടുത്ത് ഞാൻ ഇതിൻ്റെ മുന്നേ ഒക്കെ പറഞ്ഞ കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു മടി വരിക. പിന്നെ ആൾക്കാർ ഒരു റിക്വസ്റ്റ് ഇങ്ങനെ അതൊന്നും കൂടി ചെയ്യുമോ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ നാളികേരപ്പാലിൽ നിന്നും എടുക്കുന്ന വെളിച്ചെണ്ണ, അതിനൊരു സ്മെല്ല് ഭയങ്കര സുന്ദരി സ്മെല്ലായിരിക്കും. അതിങ്ങോട്ട് തുറക്കുമ്പോഴേക്കും സ്മെല്ല് ചെയ്യും. അതിൻ്റെ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലിന് അങ്ങനത്തെ അതിൻ്റെ ഒരു അമ്മായിൻ്റെ മകളൊരു മണം ഉണ്ട്. അതായത് കുറച്ചൊരു അകന്ന ബന്ധുക്കാരൊരു മണമുണ്ട്. അത്രയും പെർഫെക്റ്റ് മണം വരില്ല, എന്നാലും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലതാണ്. കുറച്ച് അകൽച്ചയുള്ള ബന്ധത്തിലുള്ളൊരു മണം ഇതിനും ഉണ്ട് കേട്ടോ, നല്ലത്. അതാണ് ഞാൻ യൂസ് ചെയ്യാറ് മുടിയിലേക്ക്, വെർജിൻ കോക്കനട്ട് ഓയിൽ. ഈ മുടീൻ്റെ അറ്റത്തൊക്കെ നല്ല വണ്ണം തേക്കുക. മുടീൻ്റെ അറ്റത്തൊക്കെ വല്ല ചകിരി നാരുമാരി ഉണ്ടാവും. പിന്നെ ഓരോരുത്തർ പോകുമ്പോഴും നമുക്ക് ദുഃഖം പ്രകടിപ്പിക്കുക, സങ്കടം വരണം. മുടി പോണ കാണുമ്പോൾ ഒരു ടെൻഷനാണ്. ചില ആൾക്കാർക്ക് ഇവിടുത്തെ രാജുവേട്ടൻ്റെ അമ്മയ്ക്കൊക്കെ നല്ലോണം മുടിയുള്ള ആളായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പം അമ്മയ്ക്ക് മുടിയില്ല. അപ്പം ആ ഒരു സങ്കടം നമുക്ക് മനസ്സിലാക്കാം. മുടി ഉണ്ടായിട്ട് പോയ ആൾക്കാരുടെ ആ ഒരു സങ്കടം ഭയങ്കരമായിരിക്കും. അത് ആലോചിക്കുമ്പോൾ ഒരു പേടിയായി, ഈശ്വരാ, ഒരു ടെൻഷനാണ്. അത് ഉണ്ടായിട്ട് ഇപ്പം തന്നെ എൻ്റെ മുടി നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. നല്ലോണം കുറഞ്ഞിട്ട് നമ്മളധികം ശ്രദ്ധിക്കണമെന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും മുടി അഴിച്ചിട്ടിട്ടാണ് പോവുക. നമ്മൾ പറയും മുടി അഴിച്ചിട്ട് ഇങ്ങനെ നടക്കരുതെന്നൊക്കെ പറയുമല്ലോ. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഡാൻസൊക്കെ ചെയ്യുമ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് മുടി അഴിച്ചിട്ടിട്ടാണ് ഇന്നൊരു ഇഷ്ടം. അപ്പോൾ അങ്ങനെ അഴിച്ചിട്ടിട്ട് പോകുന്നതാണ്. മുടിക്ക് നല്ലോണം തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ പണ്ടത്തെ ഡാൻസ് വീഡിയോയിലൊക്കെ കാണുമ്പം സങ്കടം വരും. ഈശ്വരാ, ഈ മുടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെട്ടും, പിന്നെ ഫ്രണ്ടിലൊക്കെ വെട്ടിയിട്ട് അതിൻ്റെയൊക്കെ കൂടെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും മുടിക്ക് അത്യാവശ്യം ഒരു കുറവുണ്ട്. നമ്മൾ നോക്കുന്ന പോലെയാണ് എല്ലാം മീൻസ് ഉള്ളവർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. ഉണ്ടാവാത്തവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് നമുക്കൊന്നും ചെയ്യാനും ഇല്ല. ഈ പറഞ്ഞ പോലെ മുടി അങ്ങനെ ചെയ്താലുണ്ടാവും ഇങ്ങനെ ചെയ്താലുണ്ടാവും എന്നുള്ളത് വെറുതെയാണ്. ഉണ്ടാവേണ്ടവർക്കേ ഉണ്ടാവുള്ളൂ. അതൊരു പ്രകൃതമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇല്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും മുടി ഉണ്ടാവാനുള്ളത് നമ്മൾ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോഴത്തെ ഇങ്ങനത്തെ എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നല്ലാതെ അത് ചെയ്താലുണ്ടാവും ഇത് ചെയ്താലുണ്ടാവും എന്നൊക്കെ ഉള്ളതൊരു പരിധി വരെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു പക്ഷം കേട്ടോ. പക്ഷെ എന്നാലും മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും കേട്ടോ, അതൊന്നും ഒരു കുറ്റമല്ല.
ആരായാലും എന്തും ചെയ്യും. എനിക്കിപ്പോൾ ഇത്തിരി പോയിട്ടാണ് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ശരാ പണ്ടത്തെ മുടി. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയല്ലേ കമ്പയർ ചെയ്യുക. നമ്മൾ ആരെങ്കിലും ഇല്ലാത്തത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമോ? നമ്മളെപ്പോഴും ഇപ്പം ഒരു എന്താ പറയുക, അതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളെല്ലാവരും കമ്പയർ ചെയ്യുക നമ്മളെക്കാളും മേലുള്ള ആൾക്കാരെ വെച്ചിട്ട്. അയ്യോ അവർക്ക് എത്രയും നമുക്ക് ഇല്ലല്ലോ എന്നാ, അയ്യോ ഇവർക്ക് തീരെ ഇല്ലല്ലോ, നമുക്ക് എന്നാലും ഇങ്ങനെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെയൊക്കെ അപൂർവമായിട്ട് ചിന്തിക്കുള്ളൂ. എന്തായാലും നമ്മൾ പോകുമ്പോൾ നമുക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. അല്ലാതെ പിന്നെ മറ്റവർക്ക് അത് ആ ആൾക്കാർക്ക് അത്രയേ ഉള്ളൂ, നമുക്ക് ഇത്രയും ഉണ്ടല്ലോ എന്നങ്ങനെ ചിന്തിക്കലൊക്കെ കുറച്ച് കുറവാണ്. നമുക്ക് അത് വേണം എന്നുള്ള ആഗ്രഹമാണ് നമ്മളെപ്പോഴും ജീവിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമുക്കത് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് നമ്മൾ ജീവിക്കാൻ, ഒരു സ്വപ്നങ്ങളല്ലേ നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് പറയില്ലേ. ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നതാവണം, ഇത്ര ഇതാക്കണം, ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു സ്വപ്നങ്ങളാണ് ഒരു മനുഷ്യനെ ജീവിക്കാൻ. ഇപ്പം സാധാരണക്കാർ അപ്പം നിങ്ങൾ എങ്ങനെ വെച്ചാൽ പല രീതിയിലുള്ള ചിന്തകളാട്ടോ പറയണത്. എല്ലാവരും ഒരുപോലെ നല്ല ഞാൻ പറയണത്, ഓരോരുത്തർക്കും ഓരോ ചിന്തയിലായിരിക്കും. ചിലരിപ്പോൾ മക്കളെ കാര്യത്തിൽ എനിക്ക് എൻ്റെ മക്കൾ അങ്ങനെയായിട്ട് കാണണം, ഇങ്ങനെയായിട്ട് കാണണം, അങ്ങനെ ഉണ്ടാവും. ചിലർക്ക് സെൽഫായിട്ട് ഞാൻ അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അങ്ങനെ ഉണ്ടാവും. ഒക്കെ എല്ലാവരും ഓരോ സ്റ്റൈൽ ഓഫ് സ്വപ്നങ്ങൾ, അതിലൂടെ ജീവിക്കും. അതാണ് നമ്മൾ ജീവിക്കാനുള്ള പ്രേരണ. മനസ്സിലായില്ലേ? പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ ഇന്നലെ ഒരു എന്താ പറയുക, ഇങ്ങനെ നല്ലോണം മസാജ് ചെയ്യണം. അപ്പോൾ മസാജ് ചെയ്യുന്ന നേരം കൊണ്ട് എനിക്ക് 2 കഥ പറഞ്ഞൂടെ, അതിനാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലേ, എന്താണ് ദുർമന്ത്രവാദിനി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നെഗറ്റീവ് കമൻസിനെ പ്രതികരിക്കാൻ വരാറേ ഇല്ല. എനിക്കിഷ്ടമില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ കണ്ണുകൾക്കാണ്, കാഴ്ചയിലാണ് ഭംഗി. അതായത് ഒരാളെ കാഴ്ചയിൽ ഇപ്പം നമുക്ക് ഇപ്പം ഞാനും രാജുവേട്ടനും ഒരാളെ ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ഞാൻ പറയാം, അയ്യോ നല്ല രസമുള്ള ഒരാൾ, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പെണ്ണ്, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരാൾ, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു സാധനം. എൻ്റെ കണ്ണിലൂടെ അതിന് ഭംഗിയുണ്ട്. പക്ഷേ രാജുവേട്ടൻ എന്നോട് ചിലപ്പോൾ ചോദിക്കും, ഇത്രയൊക്കെ ഭംഗിയുണ്ടോ? രാജുവേട്ടൻ്റെ കണ്ണിൽ അതില്ല. അതേമാതിരി നെഗറ്റീവ് കമൻറ്റ്സ് പറയുമ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം അവരുടെ കണ്ണിൽ അങ്ങനെ ആയിരിക്കാം. കുറ്റമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഞാൻ പബ്ലിക് ആയിട്ടൊരു സാധനം പോസ്റ്റ് ചെയ്ത് കഴിയുമ്പം പബ്ലിക്കായിട്ട് ഇതൊക്കെ നേരിടാനുള്ളതും ഞാൻ കാണണം, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, അല്ലേ? ഇപ്പം നമ്മൾ ഓരോരുത്തരും നെഗറ്റീവ് കമൻറ്റ്സ് പറയുമ്പം എങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത് എന്നൊന്നും ഞാൻ പറയാത്ത എന്താ അറിയോ, അങ്ങനെ പറയരുത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാനിത് പോസ്റ്റ് ചെയ്യാതെ വെക്കണം, അല്ലേ? നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു സംഭവം ചെയ്യുമ്പം അത്രയും പബ്ലിക്കിൻ്റെ റിയാക്ഷൻ നമ്മൾ സ്വീകരിക്കാനുള്ള മനസ്സോട് കൂടി ഒരു സംഗതി പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചുണ്ട് ഡ്രൈ ആവുക. അതുകൊണ്ട് ഇവരെങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതെന്നൊന്നും ഞാൻ പറയൂല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തരെ കാണാം. അതിനൊന്നും ഒരു തെറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാം പ്രൈവറ്റായിട്ട് സൂക്ഷിച്ച് വെക്കുന്നവളായിരിക്കണം. എൻ്റെ ഡാൻസൊക്കെ ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ തന്നെ കണ്ട് അങ്ങനെ വേണം. അപ്പം അതെനിക്കിഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഞാനൊരു ഡാൻസ് ഇട്ടു, അപ്പോൾ നിങ്ങൾ നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും വായിക്കുമ്പോൾ എനിക്കൊരു രസം. ഓരോരുത്തരെ അങ്ങനെ ആയിരിക്കും, അവരൊക്കെ എന്നെ കാണുന്നുണ്ടാവാം, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഈ ഒരു കമൻ്റ് ഇട്ടത് എനിക്കൊരു പ്രത്യേകത തോന്നി. ദുർമന്ത്രവാദി എന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് എന്താ പറയുക ഇട്ടത്. അല്ലാതെ ഞാൻ ആ ഇട്ട ആൾക്കാർക്കൊരു ഇതായിക്കോട്ടെ എന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പം അതൊന്നും വേണ്ട. അതൊക്കെ ഒരു രസമായിട്ട് ഒരു കോമഡി ആയിട്ട് എടുത്തിട്ട് അങ്ങനെ വിട്ടു, അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു ഒരു ആഗ്രഹം. അത് ഞാൻ ആ ദുർമന്ത്രവാദി ആർക്കും കേൾക്കാത്തൊരു പേര്. ലോകത്ത് ചിലപ്പം ആദ്യമായിട്ട് അങ്ങനെ ഒരു കമൻറ്റ് വന്നവൾ എന്നുള്ള പട്ടികയിൽ ഞാൻ ചിലപ്പോൾ പെടും, ആദ്യമായിട്ടായിരിക്കും അല്ലേ. പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. മെറിൻ മാത്യുവിന് താങ്ക്സ് ആ ഒരു കമൻറ്റ് ഇട്ടതിന്. കാരണം എന്താ വെച്ചാൽ എവിടെയും കേൾക്കാത്തൊരു കമൻറ്റ് എന്തായാലും. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് എനിക്ക് യാതൊരു വെറുപ്പുമില്ല, യാതൊരു വിദ്വേഷവുമില്ല. എനിക്കിങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഞാൻ മീൻസ് പബ്ലിക്കായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കത് കമൻറ്റ് ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. ഒക്കെ ഓരോരുത്തരുടെ. പിന്നെ ഈ ഓരോ കമൻറ്റ് നമ്മൾ പബ്ലിക്കായിട്ടൊരു കമൻറ്റ് പറയാമെന്ന് പറയുമ്പം അത് അവരുടെ ക്യാരക്ടറും കൂടെ കാണിക്കും. പറഞ്ഞ മാതിരി ഇപ്പം നമുക്കാണെങ്കിലും ഒരാളെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എങ്ങനെയാണ് പറയുക എന്നുള്ളൊരു സ്വയം വരും. അപ്പോൾ ചില ആൾക്കാരുടെ ക്യാരക്ടർ തന്നെയാണ് അത് എത്രയായാലും നമ്മൾ എങ്ങനെ മറച്ചു വെച്ചാലും ഒരു കാലത്ത് അവരുടെ സ്വഭാവം വെളിയിൽ വരും. അങ്ങനെയല്ലേ? നമുക്ക് എത്ര കാലം അഭിനയിച്ച് നിൽക്കാൻ പറ്റും? അപ്പോൾ അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. എന്ത് രീതിയിൽ കമൻറ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ ക്യാരക്ടറാണ്, അവരുടെ സ്വഭാവമാണ്, അവരുടെ അവർ ജീവിച്ച ചുറ്റുപാടിൻ്റെ അതിനനുസരിച്ചിരിക്കും. ചില ആൾക്കാർ ഭയങ്കര തെറിയൊക്കെ പറയുമ്പം ഞാൻ മനസ്സിലാക്കി, ഈശ്വരൻ എങ്ങനെയാണ് അതിങ്ങനെ എഴുതണ്ടേ, അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്യണ്ടേ, ആ ഒരു വേർഡ് അതെങ്ങനെയാണ് പറ്റുന്നതെന്നുള്ളത് അത് അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ആയിരിക്കാം. ഇപ്പം അവർ ചിലപ്പോൾ സ്വന്തം അക്കൗണ്ടിൽ നിന്നാവില്ല, ഏത് അക്കൗണ്ടിൽ നിന്നാണെങ്കിലും ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണെങ്കിലും അത് നമ്മൾ എഴുതുമ്പോൾ നമ്മളോടൊരു ഇത് വേണ്ടേ, ഒരു റെസ്പെക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഞാനെന്താ ഇങ്ങനെയെന്ന് നമ്മൾ തന്നെ ചിന്തിക്കില്ലേ ഏത് ഫേക്ക് അക്കൗണ്ടിലൂടെ എഴുതുകയാണെങ്കിലും. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന ആൾക്കാരുടെ നെഗറ്റീവ് കമൻറ്റ്സ് ഇതെനിക്കിഷ്ടമായിട്ടില്ല അങ്ങനെ പറയുന്നവരോടല്ല കേട്ടോ ഞാൻ പറയണത്, അത് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരോടല്ല. അല്ലാതെ ഇങ്ങനെ കണ്ട് വാരി വലിച്ച് വൃത്തികേടെറിയുന്ന പറയുന്ന ആൾക്കാരില്ലേ,
അതായത് നമുക്കൊരു ഇതെന്താ എഴുതി പിടിപ്പിച്ച് എന്ന് പറയുന്ന ആൾക്കാരോടാട്ടോ ഞാൻ. അവരെങ്ങനെ അങ്ങനെ പറയാൻ പറ്റണമെന്നൊക്കെ ആര് കണ്ടു? എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഉണ്ട്, ഇന്നലെ പാറു ഇട്ടെന്നതാണ്. ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ പറയണം, അല്ലാതെ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കമൻസിനോടുള്ള എൻ്റെ ഒരു നിഗമനം, മനോഭാവം. പിന്നെന്താണ്, വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ. എൻ്റെ കയ്യിലേക്ക് ഒരുപാട് വീഡിയോസ് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിഷു സെലിബ്രേഷൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് സ്കൂളിൽ വിഷു സെലിബ്രേഷൻ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നടത്തിയത്. അപ്പോൾ അവിടുന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഊണ് കഴിച്ചതിന് ശേഷമാണ് പോയത്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് അന്ന് ഈവനിങ് ബിരിയാണി നോൺ വെജ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ പടക്കം പൊട്ടിക്കുമ്പോഴൊക്കെ രസമാവില്ലേ. അപ്പോൾ സ്കൂളിന് നമുക്ക് താഴെ അങ്ങനത്തെ ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ സജിമോള ക്യാമ്പ്സ് ഉണ്ട്. സജിമോള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്കൂളിൻ്റെ പില്ലർ. അപ്പം സജിമോൾക്ക് കോളേജ് ഉണ്ട്. അപ്പോൾ സജിമോള ക്യാമ്പ്സ് പറഞ്ഞ കോളേജിൽ അവിടെ ഒരു ചെറിയൊരു ക്യാമ്പസ് മാറ്റൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ്, അതിൻ്റെ മേലൊരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തത്. എന്നിട്ട് അതിൻ്റെ താഴേന്ന് അന്ന് രാത്രി പടക്കം പൊട്ടിച്ചു. ഒരു രക്ഷയില്ല, നല്ല രസമായിരുന്നു, ഭയങ്കര രസമാണ്. നമുക്കില്ലേ ഇപ്പോൾ വിഷു സെലിബ്രേഷൻ ആണെങ്കിലും ഓണം സെലിബ്രേഷൻ ആണെങ്കിലും, ഓണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആളുകളുണ്ടെങ്കിലാണ് അതൊക്കെ രസം. നമുക്ക് എല്ലാവരും കൂടെ വന്ന്, അല്ലാതെ അച്ഛനും അമ്മയും കുട്ടിയും ഇങ്ങനെ മേലോട്ട് നോക്കി നിന്നിട്ട് ഒരു രസമേ ഇല്ല. എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളുമാണ് ഞാൻ പറയുന്നത്. ഇതിന് ചിലപ്പം അതായിരിക്കാം രസം, അതല്ലാത്ത ആൾക്കാരുണ്ടാവും രസം. പക്ഷേ ഞാൻ എൻ്റെതാട്ടോ പറയണത്. എനിക്ക് കുറേ ആൾക്കാർ വേണം. ചിലപ്പോൾ ഞാൻ ജീവിച്ച സാഹചര്യം അതായതുകൊണ്ടായിരിക്കാം, ഞാൻ ഈ കൂട്ടുകുടുംബത്തിലൊക്കെ ജീവിച്ചുകൊണ്ടായിരിക്കാം, നമ്മളെല്ലാവരും കൂടെ എന്ന് കാണുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ഇവിടെ തന്നെ പറയും, ഞാൻ രാജുവേട്ടൻ, അച്ഛൻ, അമ്മ, കുട്ടികൾ. ഞാൻ പറയും ഇനി എല്ലാവരും കൂടെ ആരെങ്കിലുമൊക്കെ വരാനുണ്ടെങ്കിൽ ഈ ഒരു സെലിബ്രേഷന് ഓണമായിട്ട് ഇന്ന ആൾക്കാർ വരാണ്ട് നമുക്കൊരു ആവേശമാവല്ലോ. അപ്പോൾ അതേപോലെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഉള്ളൊരു ആവേശം, അതൊരു രസമാണ്. അങ്ങനെയായിരുന്നു ഞങ്ങൾ സ്കൂൾ എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു അവിടെ പഠിക്കാൻ പോകുന്ന ആൾക്കാർ എന്നുള്ളതിനുപരി ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് അവിടെ എല്ലാവരും. ഫാമിലി, കിഡ്സ് ബാച്ച് ആണെങ്കിലും അവരുടെ പാരൻസ് ആണെങ്കിലും ഞങ്ങളാണെങ്കിലും നമ്മളെ ഭർത്താക്കന്മാരാണെങ്കിലും എല്ലാവരും അവിടെ വരും, പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു ഫാമിലി ആയിട്ടാട്ടോ നിൽക്കുന്നത് സ്കൂളിൻ്റെ. അപ്പോൾ അതൊന്നും ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തല ചൊറിയുമ്പോൾ ഒക്കെ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന്. അതൊന്നുണ്ട്. പിന്നെ പന്തിരങ്കാവിലുള്ള കുറേ വിശേഷങ്ങളൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. ഞങ്ങൾ ചെറുപ്പകാലങ്ങളിൽ കളിച്ചതും അവിടെ അങ്ങനത്തെ കുറച്ചൊരു നൊസ്റ്റാൾജി ഉണ്ടല്ലോ. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ വലിയ സംഭവമായിട്ടല്ല. കുറേ ആൾക്കാർ എന്നോട് പറയുന്ന കാര്യങ്ങൾ എന്താ അറിയോ, ഞാനിങ്ങനെ പറയുമ്പം അവർക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരൊരു സാഹചര്യങ്ങൾ. പിന്നെ അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു നാട്ടിലെത്തിയൊരു ഫീല് വരുന്നുണ്ട് ശാലു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ വ്ളോഗൊക്കെ ആയിട്ട് ഞാനൊരു ദിവസം ഒന്നും കൂടി വരാം. അതായത് ഇങ്ങനെ മുഖതാവിൽ നമ്മളിങ്ങനെ വർത്താനം പറയാം. ഞാൻ കുട്ടിക്കാലത്ത് ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിൽ പോയ കഥകളും അവിടെ ആഘോഷിച്ചതും അങ്ങനത്തെ കുറച്ച് കളികളൊക്കെ ഉണ്ടാവുമല്ലോ, രസങ്ങളായിട്ടുള്ള. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവാം അത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഏതാ വീഡിയോ, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഞങ്ങൾ ട്രിപ്പ് പോയി കസിൻസൊക്കെ കൂടെ ഒരുപാട് കാലത്തിന് ശേഷം, അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ. പിന്നെ ഞാൻ വേറൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. ഞങ്ങൾ സ്കൂൾ ഒമാനിൽ സ്റ്റാർട്ട് ചെയ്യാം, മസ്കറ്റിൽ. അപ്പോൾ ബ്രിജിനും സജിമോളൊക്കെ പോയിട്ട് അവിടെയൊക്കെ സെറ്റായി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബ്രിജിൻ്റെ വീഡിയോസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടും ഇൻസ്റ്റയിൽ ഇട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇൻസ്റ്റയിലും ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒമാനിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ നമ്മളൊരു സോളമൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോളമൻ്റെ കൂടെയൊക്കെ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ട്രെയിനർ വന്നിട്ടുണ്ട്. അയാൾ ചെന്നൈയിൽ നിന്നാണ്, ചെറിയ ഇപ്പം ഒരു 25-26 വയസ്സായിട്ടേ ഉള്ളൂ. അവനാണ് അവിടെ റെജിൻ ഷൂട്ടിനോ കാര്യങ്ങൾക്കോ പോയി കഴിഞ്ഞാൽ അവനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ആൾ. അപ്പോൾ അവൻ നല്ലൊരു മോനാണ്. അപ്പോൾ അവനാണ് നീ മസ്കറ്റിലേക്ക് പോവുക, മസ്കറ്റിലെ ക്ലാസ് അവിടെ എടുക്കുക. മാസത്തിൽ 2 ക്ലാസ് റെജിനും പോകും. അങ്ങനെ എങ്ങനെയൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത് അറിയില്ല. അവസാനം സോളമൻ വെടിയും പ്രജിന അവിടെ ആവോ അതും എനിക്കറിഞ്ഞൂടാ. ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ ഈ ഓഗസ്റ്റിലാണ് അതിൻ്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ വരുന്നത്. അപ്പം ഞങ്ങളൊക്കെ അവർ ഇൻവൈറ്റ് മീൻസ് ഞങ്ങളൊക്കെ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. നമ്മൾ ആ ഒരു ടീമുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്കൊക്കെ പോകണം എന്നുണ്ട്, അറിയില്ല, പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ നമുക്കൊരു സാഹചര്യങ്ങളല്ലേ, എന്താ ഏതാ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. പറ്റിയാൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം അതൊക്കെ ഒരു എന്താ പറയുക, ഞാനൊന്നും സ്വപ്നം പോലും കാണാത്തൊരു കാര്യമാണ്. ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ പഠിച്ച ഡാൻസ് ക്ലാസ്സിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തുടങ്ങുക, അവിടെ പോയിട്ട് നമുക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം സാധാരണ ഒരു ഹൗസ് വൈഫ്, ഭാര്യ, അച്ഛൻ, ഭർത്താവ്, 2 കുട്ടികൾ എന്ന നിലയിൽ ഞാൻ സാധാരണ മാതിരി ഇഷ്ടമുള്ളൊരു സാധനമായതുകൊണ്ട് ഡാൻസ് പഠിക്കാൻ പോയി. അപ്പോൾ അവിടുന്ന് ഇങ്ങനെയൊക്കെ ഒരു നമുക്ക് ആഗ്രഹിച്ചതിന് പോലെ വരിക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ? അതൊരു അനുഗ്രഹം തന്നെയാണ്.
എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ദൈവം സഹായിച്ചിട്ട് ഇന്ന് വരെ എനിക്കതിനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നാളെ നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അതിന് ഞാൻ വളരെ നന്ദിയുള്ളവളാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി നിങ്ങളുടെ അടുത്ത് എനിക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങൾ എന്നെ സ്നേഹിക്കുക, അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല. നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതല്ല, നമ്മൾ സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ് വലിയൊരു സംഭവം. ഞാൻ അറിയാതെ തന്നെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു തന്നെയാണ്, അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ ആ ഭാഗ്യം. അത് സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ അല്ലേ? അപ്പോൾ അതിലൊക്കെ അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് 4 ആൾ അറിയണമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കുട്ടികളോട് പറയും, ഡോക്ടർ എഞ്ചിനീയർ എന്നല്ലാതെ നമുക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വെറുതെ നമ്മൾ മരിച്ചു പോകുമ്പോൾ ആരും അറിയാതെ മരിച്ചു എന്തിനു പറ്റും? അപ്പോൾ തന്നെ ഞാൻ രാജുവിനോട് അഹങ്കാരിയായിട്ട് പറയും. എങ്ങനെയാണ് ഞാൻ പറയാം, രാജുവേട്ടാ ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു 100 ആളെങ്കിലും എന്നെ പറ്റിയിട്ട് പറയാതിരിക്കില്ല, അയ്യോ ആ കുട്ടി ഇതിലൊക്കെ ഡാൻസ് ചെയ്തൊരു കുട്ടിയല്ലേ, കഷ്ടട്ടോ എന്ന് പറയാൻ എനിക്കൊരു 100 ആളെങ്കിലും ഉണ്ടാവും എന്ന് ഞാൻ എപ്പോഴും പറയും, അഭിമാനത്തോടു കൂടി പറയും. അങ്ങനെ ഇതൊക്കെ ഞാൻ പറയട്ടെ, ഇതൊക്കെ എൻ്റെ ഒരു ചിന്തകളാണ് കേട്ടോ. ഇത്രയും ആൾക്കാരെന്നെ സ്നേഹിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു കമൻ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് വന്ന കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ ആ മെറിൻ മാത്യുവിനെ മീൻസ് അവർ പേരെടുത്ത് പറഞ്ഞെങ്കിലും എന്താ പറയുക, കമൻറ്റ് ഇഷ്ടമായിട്ടാണ്. അവരൊന്ന് ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. എനിക്ക് ആ ഒരു കമൻറ്റിനോടുള്ള ഇഷ്ടം വന്നപ്പോൾ ഞാൻ അത് പറയാതെ എനിക്ക് വയ്യ. കാരണം ലോകത്തിലൊരിക്കൽ ഒരു പേര് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് വന്ന സപ്പോർട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയൊക്കെ ഇവിടെ സ്നേഹിക്കാൻ ആളുണ്ടാവുക പറയുന്നത് ചില്ലറയൊന്നുമല്ല. ആ ഒരു സ്നേഹിക്കാൻ ആൾക്കാരുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലേ. ബാക്കി എണ്ണ തേക്കട്ടെ. വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. വന്നാൽ ഞാൻ പോവില്ല, അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ രാഗും ഇതിനെന്താണ് വരാനുള്ളൊരു താമസം, വന്നു കഴിഞ്ഞാൽ പോവില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കുമോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ലോണം സുന്ദരിയായിട്ട് നല്ലോണം മസാജ് ചെയ്തു. ഇങ്ങനെ മസാജ് ചെയ്യുന്നു. ഇത് ചുണ്ട് ഡ്രൈ ആവുന്നുണ്ട്. ചുണ്ട് ഡ്രൈ ആവുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ഒരു ഇതിൽ വായിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ ആദ്യം വരെ ചുണ്ട് ഡ്രൈ ആവുക എന്നാണെന്ന് കേൾക്കുന്നു. കറക്റ്റ് അറിയില്ലേ. അപ്പോൾ ചുണ്ട് ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഞാൻ പറന്നുപോയി വെള്ളം കുടിക്കും. ഇനിയിപ്പോൾ അങ്ങനെ അതല്ലാന്നുണ്ടെങ്കിലും അങ്ങനെ വിചാരിച്ചോളൂ. അപ്പം ഒന്നില്ലെങ്കിലും വേണ്ടാത്തതിനല്ലല്ലോ വെള്ളം കുടിക്കുമല്ലോ നമ്മൾ അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ആഴ്ചയിൽ ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇമ്പൾക്ക് മുടി പോവുണ്ടോ എന്നൊരു ഡൗട്ട് തുടങ്ങുമ്പോഴാണ് ഇമ്പൾ കെയറിങ് കൂടുക, അതിനുള്ളതിലേക്ക് ആവശ്യത്തിലേക്ക് പോവുക. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഇങ്ങനെ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ, അത് വേണമെന്നൊന്നുമില്ല, സാധാരണ ഞാൻ ഇത്രയും കാലം നമ്മൾ കുക്കിംഗ് വെളിച്ചെണ്ണല്ലേ, സാധാരണ അടുക്കളയിൽ പോകുന്നു, ഒരു പാത്രത്തിലെടുക്കുന്നു, തേക്കുന്നു, അങ്ങനെ തന്നെയാട്ടോ ഞാൻ ചെയ്തിരുന്നത്. അപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ ഞാൻ കണ്ടപ്പം എനിക്കതിന് സ്മെല്ല് ഇഷ്ടപ്പെട്ടു, അത് നല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വേണം നിർബന്ധമേ ഇല്ല, എൻ്റെതാട്ടോ ഞാൻ പറയണത്. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തേച്ചതിന് ശേഷം നന്നായിട്ട് ചെയ്തിട്ട് ഈ മുടി നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ഈ മുടീൻ്റെ അറ്റത്ത് ഉള്ളവളെയും നമ്മൾ തേക്കണം, അല്ലെങ്കിൽ അവൾ പിളങ്ങും. എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് തോന്നരുത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ മുടീൻ്റെ ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നതിനൊക്കെ വെളിച്ചെണ്ണ എന്തായാലും വെളിച്ചെണ്ണ തേക്കുന്നതിന് ഒരിക്കലും മുടി ഉണ്ടാവുമൊന്നുമില്ല. നമുക്കതൊരു എന്താ പറയുക, ആ ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ടൊന്ന് വെളിച്ചെണ്ണ തേച്ചിട്ട് കുറച്ച് നേരം പിടിപ്പിക്കുന്നു. ആ സ്കാൽപ്പിലൊക്കെ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടൊന്നല്ലാണ്ട് നമുക്ക് മുടി ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. വളം ഇട്ട് കൊടുക്കണത് ശരീരത്തിനുള്ളിലേക്കും വളം ഇട്ട് കൊടുക്കണം. അത് പിന്നെ ഈ സ്കാൽപ്പൊക്കെ ഡ്രൈനെസ് പോക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വെളിച്ചെണ്ണ കുറേ ഒഴിച്ചു വിചാരിച്ചിട്ട് മുടി ഉണ്ടാവണമെന്നില്ല എന്നാണ് കേട്ടോ എൻ്റെ. കാരണം ഇതും എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറയണത്. ഞാൻ പണ്ടൊന്നും ഒരുപാട് വെളിച്ചെണ്ണ തേക്കുന്നവളേ ആയിരുന്നില്ല. വെളിച്ചെണ്ണ തേച്ച് മുടി കൊണ്ട് കിടക്കുക അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം ഒരു വെളിച്ചെണ്ണ തേക്കും. എന്തെങ്കിലും പരിപാടികളോ പ്രോഗ്രാമിനോ പോയിട്ടുണ്ടെങ്കിൽ അതുമില്ല. അപ്പോൾ അതൊന്നല്ല, ഉണ്ടാവേണ്ടതൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഞാനും പറയുന്നത് കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തേച്ച് കഴിഞ്ഞിട്ടില്ലേ, ഇതിങ്ങനെ നല്ലോണം മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താ, എഗ് വൈറ്റ്. ഞാൻ എപ്പോഴും പറയണം, എഗ് വൈറ്റ് ഞാൻ ആഴ്ചയിൽ 1 തേക്കുന്നൊരു സാധനം കേട്ടോ. അത് അടിപൊളിയാണ്, നമുക്ക് ദോഷമല്ല, മനസ്സിലായില്ലേ. എഗ് വൈറ്റ് മാത്രമാണ് കേട്ടോ അത്, സുന്ദരി എഗ് വൈറ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ പണ്ട് ഞാൻ തേച്ചിരുന്നത് പിന്നെ വെളിച്ചെണ്ണ തേക്കാതെ, ഞാൻ ഇതിൻ്റെ മുന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, വെളിച്ചെണ്ണ തേക്കാതെ ഞാൻ എഗ് വൈറ്റ് തേച്ചു. അപ്പോൾ എന്താ വെച്ചാൽ മുടി ഒന്നും കൂടി ഭയങ്കര ഡ്രൈ ആവണ മാതിരി എനിക്ക് തോന്നി. അതായത് സുന്ദരി ആവെങ്കിലും എവിടെയോ ഒരു ഡ്രൈനെസ് തോന്നി. പിന്നെയാണ് ഞാൻ വിചാരിച്ചു ഒന്ന് വെളിച്ചെണ്ണ ഒരു ദിവസം തേച്ചപ്പം, അതായത് അബദ്ധം പറ്റിയതാണ്, മുട്ടേൻ്റെ വെള്ള തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ എന്തോ ഒരു കഥയും പറഞ്ഞപ്പോൾ ഞാൻ വെളിച്ചെണ്ണ അറിയാതെ തേച്ചു പോയി. അപ്പോൾ എനിക്ക് ടെൻഷൻ, പിന്നെ ആ മുട്ടേൻ്റെ വെള്ളം എന്തായാലും തേക്കണമല്ലോ, തലയിൽ നിന്ന് ഞാൻ കളയാൻ വയ്യല്ലോ വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം മുട്ടേൻ്റെ വെള്ളം ഞാൻ തേച്ചപ്പോൾ എനിക്ക് ഭയങ്കര വ്യത്യാസം വന്നു, മുടിക്ക് ഭയങ്കര വ്യത്യാസം. എന്നിട്ട് ഇതൊരു മണിക്കൂർ പിടിപ്പിച്ചതിന് ശേഷം
പോയിട്ട് നന്നായി മൈൽഡ് ഷാമ്പു, ഏതെങ്കിലും നല്ല ഷാമ്പു. ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു മിനിമലിസ്റ്റിൻ്റെ ഷാമ്പു കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ ഒരു ആൻറ്റി ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾക്ക് മിനിമലിസ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ട്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞാൻ അവിടുന്ന് എടുത്തു എന്ന് മാത്രം. മിനിമലിസ്റ്റിൻ്റെ വേറെ എല്ലാം എനിക്കൊരു ഭയങ്കര പ്രശ്നം അപ്പോൾ തേക്കാൻ. സൺസിൽക്ക് ആവട്ടെ, ലോറിയൽ, ഇതൊന്നുമല്ല. കളർ പ്രൊട്ടക്ഷൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് മിനിമലിസ്റ്റാണ്. അത്യാവശ്യം വിലയുണ്ട് അതിന്, പക്ഷെ മോശമില്ല. അതുകൊണ്ടാണ് എനിക്കതൊരു ഗുണമായിട്ട് തോന്നി. അല്ലെങ്കിൽ പണ്ട് ഞാൻ തേച്ചിരുന്നത് എന്തായിരുന്നു അറിയോ, മിനിമലിസ്റ്റിനെ കുറിച്ച് പരിചയപ്പെടാത്ത മുന്നേ ഞാൻ ചെയ്തിരുന്നത് സാധാരണ നമ്മളെ ബേബി ഷാമ്പുകളില്ലേ, ബേബി ഷാമ്പു, ജോൺസൻ്റെ ഒക്കെ ബേബി മൈൽഡ് ഷാമ്പു, അത് യൂസ് ചെയ്താലും മതി. അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നല്ലോണം യൂസ് ചെയ്യണമെന്ന് മാത്രം. അതന്നെ ഞാൻ വെള്ളത്തിൽ ഒന്ന് ഇതാക്കിയിട്ടാട്ടോ യൂസ് ചെയ്യാറുള്ളൂ. ഒന്നും കൂടി അതിനെ എന്താക്കിയിട്ട് അതിന് പറയാം, അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് തലയിൽ ഞാൻ തേക്കാറുള്ളൂ. എന്താ പറയുക, ഷാമ്പു തേക്കാറുള്ളൂ. അന്ന് ഞാൻ ഈ കുട്ടികളെ ബേബി ഷാമ്പു യൂസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ മിനിമലിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. കാണിച്ചത് ഭംഗിയുണ്ട്. പാൽ നല്ല ക്ലാസ് കഴിഞ്ഞപ്പോൾ പറന്നിട്ടുന്നതാ, നല്ല ഭംഗിയിലിരുന്നത്. ഞാൻ എനിക്ക് ഇങ്ങനെ ഇഷ്ടം. നാളെ അടുത്ത ഡാൻസ് ക്ലാസ് വരുമ്പോൾ കുറച്ച് നേരത്തെ വന്നിട്ട് മൈലാഞ്ചി ഇടാറുണ്ട് പാടും. ഫിൽറ്റർ ഇല്ലാത്ത എന്നെ ദുർമന്ത്രവാദിനെ പോലെ ഉണ്ടോ കൂട്ടരെ? അതൊരില്ലേ, ആ ദുർമന്ത്രവാദി എനിക്ക് എന്താ വിറ്റെന്നറിയോ? അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു വേർഡ്, എന്താണ് ദുർമന്ത്രവാദിനി എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കേട്ടോ, അല്ലാതൊന്നുമില്ല. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പിന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചു. എല്ലാവർക്കും അതൊരു ഇഷ്ടം, അത് ആരാ എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ഇത് ആരായിരിക്കും എന്നുള്ളത്. പിന്നെ എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ നിന്നെ പരിചയമുള്ള ആരോ ആയിരിക്കും. അങ്ങനെ ഉണ്ടാവില്ലേ, നമ്മളെ ശത്രുക്കൾ ചിലപ്പോൾ നമ്മളെ കൂടെയുള്ള ആൾക്കാരെന്നായിരിക്കും, പറയാൻ പറ്റൂല അല്ലേ. നമ്മളറിയാത്തവർക്കൊക്കെ നമ്മളോട് എന്തിനത്ര ദേഷ്യം നമ്മൾ ചിന്തിക്കില്ലേ? ഒരു പരിചയമില്ല, കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവിക്കല്ലോ. ഓരോരുത്തർ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഓള് ജാതിയോളം ഇരിക്കും. ചില കമൻറ്റൊക്കെ വിറ്റാണ്. നമ്മളെ കൂടെ നടക്കുന്ന ആരോ പറയണ പോലെ, അതായത് എൻ്റെ കൂടെ ഒരു കൊല്ലം ജീവിച്ചിട്ട് എന്നെ മനസ്സിലാക്കിയ ആൾക്കാരെ പോലെയാണ് ചില ആൾക്കാർ പറയാം. എന്തൊക്കെയോ പറയണേക്കാം. കിളവി എന്നുള്ള കമൻറ്റൊക്കെ വരാനിട്ടാണ്. എനിക്കൊരു വിഷയമുള്ള കാര്യമില്ലേ, പറഞ്ഞോട്ടെ. എനിക്കതൊക്കെ പ്രൗഡാണ്. കിളവിയായിട്ട് ഞാൻ ഡാൻസ് കളിക്കുന്നില്ലേ, ഞാൻ അങ്ങനെ ചിന്തിക്കുക അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വേണ്ടത്. അത് നമ്മളൊരു സ്പിരിറ്റായിട്ട് എടുക്കുള്ളൂ കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ ഞാൻ മുടിയുടെ സംരക്ഷണം കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് വേണ്ടത് മുഖമാണ്. ഞാൻ മുഖം ഇട്ടിട്ടൊന്നും വരുന്നില്ല, ഞാൻ കാണിച്ചു തരാം പാക്ക് എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലേ, ഇതിനിപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ തലയിൽ വെക്കും കേട്ടോ. എഗ് വൈറ്റ് നല്ലതല്ലേ. കുറച്ച് സൂം ചെയ്തതാണ് ഞാൻ. മുടിയൊക്കെ കൊണ്ട കെട്ടി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മുഖം നന്നായിട്ട് കഴുകുക. നല്ല ഭംഗിയിൽ കഴുകിയതിന് ശേഷം ഒരു പാത്രം ഇതിലെന്തൊക്കെയാണ് ഞാൻ ഇട്ടെന്നറിയോ? കുറച്ച് ചോറ്, നമ്മൾ സാധാരണ ചോറ് ഒരു അളവില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തേനൊന്നും അളവില്ല. പിന്നെ ഇത് ഞാൻ എന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതിലൊന്നും കെമിക്കലായിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. ഒക്കെ നമ്മളെ അടുക്കളയിൽ നിന്നുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തകരാറുണ്ടാവില്ലായിരിക്കും, ഗുണമില്ലെങ്കിലും ഇനി ദോഷം ഉണ്ടാവില്ലായിരിക്കും വിചാരിച്ചിട്ട് ചെയ്യണതാണ്. ഇതിൽ റൈസ് ഉണ്ട്, കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, കുറച്ച് കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഈ എഗ് വൈറ്റ് ഞാൻ എന്തായാലും തലയിൽ തേക്കുന്നതുകൊണ്ട് അതിൻ്റെ മഞ്ഞ ഉണ്ടല്ലോ, ആ മഞ്ഞ ഇതിലിട്ടുണ്ട്. ഒരു സ്പൂണ് തൈര് ഇട്ടിട്ട് മിക്സിയിൽ നല്ലോണം വെച്ചതിന് ശേഷം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ ഇത് തേക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ തേക്കണം എന്താ വെച്ചാൽ, തേച്ചിട്ട് നിങ്ങൾ രസം ഉണ്ടോ എനിക്കറിയില്ല, എന്നാലും ഞാൻ തേച്ചിട്ട് വരാം അല്ലേ. ഞാൻ മുഖം കഴുകിയിട്ട് ഇപ്പോൾ വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് തേക്കാം. ഓക്കെ. അപ്പോൾ ഇതിലെന്തൊക്കെയാണുള്ളത്? ചോറുണ്ട്, കുറച്ച് ചോറ്, ഒരു മുട്ടേൻ്റെ മഞ്ഞ, അതിൻ്റെ ബാക്കി തലയിൽ നമ്മൾ തേക്കുന്നു, അതിൻ്റെ ബാക്കി നമ്മൾ ഇതിലിടുന്നു. പിന്നെ കാപ്പിപ്പൊടി, സാധാരണ കാപ്പിപ്പൊടിയാണ് ഞാൻ ഇടാറ്. ഫ്രിഡ്ജ് തുറന്നപ്പം ആരോ ബ്രൂവിൻ്റെ സാഷയില്ലേ, അതിൽ ആരോ ഇത്തിരി എടുത്തിട്ട് കാപ്പിപ്പൊടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ ഇതിലിട്ടു. അത് ഞാൻ എനിക്ക് കണക്കില്ല. പിന്നെ അത് 3 എണ്ണയില്ലേ. എന്നിട്ട് ഞാനത് മിക്സിയിലിട്ട് അരയ്ക്കാൻ നോക്കിയപ്പോൾ അരയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളം ചേർക്കണ്ട, കുറച്ച് തൈര് ചേർക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പാക്ക് ഉണ്ടാക്കണത്. അപ്പോൾ 2 സ്പൂണ് തൈര് ഇട്ടിട്ട് അതിനൊന്നും ഇങ്ങനെ അരയ്ക്കാനുള്ളൊരു പരുവത്തിലാക്കിയതിന് ശേഷം കിട്ടിയവളാണ് ഇവൾ. ഇതിന് നമ്മൾ മുഖത്ത് തേക്കുന്നു. അതിന് മുന്നേ നമ്മൾ ആദ്യം മുഖം നന്നായിട്ട് കഴുകുന്നു, കാരണം മുടി തല തൊട്ടതാണ് മെഴുക്കാണ്. അപ്പം അത് വെറുതെ എന്തിനാണ് നമ്മൾ അല്ലേ. ഇപ്പോൾ ഇവളൊക്കെ ഇങ്ങനെ വരുന്നവർക്കൊക്കെ ഉള്ളൊരു പ്രചോദനമായിരിക്കും. നമ്മൾ കൈ തലയിലൊക്കെ തൊട്ടുള്ള മുഖത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇവളൊക്കെ പറന്നെത്തും. ഫോണ് നമ്മൾ പറപ്പിക്കണമെങ്കിൽ, തിരിച്ച് ഓടിക്കണമെങ്കിൽ നന്നായിട്ട് മുഖം കഴുകിയതിന് ശേഷം നമുക്കിത് ചെയ്യാം. ഞാൻ മുഖം കഴുകിയിട്ട് വരാം.
അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി വന്നു. മുഖം കഴുകണതിൻ്റെ തെളിവാണ് ഇവിടെയൊക്കെ മുഖം ഇതായിട്ടുണ്ട്. ഇത് ശരിക്കും ഇതൊക്കെ തേക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ട്, അതായത് ആരും ഇല്ലല്ലോ, റൂം കുറ്റിയൊക്കെ ഇട്ടിട്ട് ഡ്രസ്സ് ഇതൊക്കെ ഊരിയിട്ട് തേച്ചാൽ എല്ലാ ഭാഗവും തേക്കും ചെയ്യാം. കുറച്ച് താഴോട്ടേക്ക് ഇങ്ങനെ തേക്കും ചെയ്യാം. മറ്റിതിൻ്റെ മുകളിലൊക്കെ ആയിക്കഴിഞ്ഞാലൊക്കെ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് എന്തായാലും ഇപ്പോൾ അങ്ങനെ തേക്കാൻ വയ്യല്ലോ. പിന്നെ ഞാൻ മുഖം കഴുകാൻ യൂസ് ചെയ്യുന്ന സാധനം എന്താ അറിയോ? മിനിമലിസ്റ്റിൻ്റെ തന്നെയാണ് കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് പ്ലസ് LHA 2%. എന്താ പരിചയമില്ല, അതാണ് ഞാൻ തേക്കുന്നത്. എന്തായാലും ക്ലൻസറാണ്, മിനിമലിസ്റ്റിൻ്റെ ക്ലൻസറാണ്. ഇതാണ് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് തേക്കുന്നത്. എന്ന് ഞങ്ങളെ ബിസിനസ്സിൽ രാജോട്ടൻ ഈ മിനിമലിസ്റ്റ് നിർത്തുന്നോ അതുവരെ ഞാനിത് തേക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താണ് ഞാൻ ചെയ്യുന്നത് ഇതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. സോപ്പ് പക്ഷേ ഞാൻ വർഷങ്ങളായിട്ട് സോപ്പ് യൂസ് ചെയ്യാറില്ല. മുഖം കഴുകുമ്പോൾ ഏതെങ്കിലും ഫേസ് വാഷാണ് യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ ഒരു ക്ലൻസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞതാണ്, എൻ്റെ അറിവ് എനിക്കറിയില്ല എത്രത്തോളം ശരിയുണ്ടോ എന്നറിയില്ല, ഞാൻ കേട്ടതാണ്. നമ്മൾ സോപ്പ് യൂസ് ചെയ്യുമ്പം ഈ സോപ്പ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെയാണ് ഇത്ര ഒരു പ്രായമാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ഒരു ഭാഗം നരച്ചു പോകുന്നത്. ഈ സോപ്പ് ഇങ്ങനെ സ്ഥിരമായിട്ടായിട്ടാണ് നരച്ചു പോകുന്നത് എന്ന് കേൾക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ശരിയാണോ. അങ്ങനെയാണെങ്കിൽ പുരിയും കൺപീലിയൊക്കെ നരയ്ക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനൊരു വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. തലയത്തെ മുടിയും പുരികം അങ്ങനെ ആ ഭാഗങ്ങളിലുള്ള മുടികൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ കേട്ടു. കേട്ടോണ്ടല്ല, പക്ഷേ ഞാൻ സോപ്പ് സ്ഥിരമായിട്ട് എനിക്കൊരു ഡ്രൈൻ പോലെ തോന്നാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. സ്ഥിരമായിട്ട് ഞാനിപ്പോൾ ക്ലൻസറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ക്ലൻസറാണ് യൂസ് ചെയ്യുന്നത്. അതന്നെ ഞങ്ങൾ ഈ ബിസിനസ് നിർത്തി കഴിഞ്ഞാൽ ഞാനും നിർത്തും. ഒരു പുതിയ ഏതെങ്കിലും കണ്ടുപിടിച്ചിട്ട് പോകും. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പിന്നെ അതേമാതിരി എപ്പോഴും മുഖത്ത് സോപ്പ് തേക്കണം എന്നില്ല. എൻ്റെ കാര്യമാണ്. അതായത് നമ്മളിപ്പം കണ്ണും മൂക്കൊക്കെ എഴുതി ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ക്ലൻസർ യൂസ് ചെയ്യും. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ മുഖം കഴുകുള്ളൂ. കാരണം രാത്രി കിടക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വല്ല സിറം തേക്കുകയാണെങ്കിൽ തന്നെ മിനിമലിസ്റ്റിൻ്റെ ഒരു സിറം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ സിറം ഇതെന്താ പറയുക, അതൊന്നും എൻ്റെ റൂട്ടീനിൽ പെടില്ല. എനിക്ക് തോന്നുമ്പോൾ ചെയ്യുന്ന സാധനങ്ങളാണൊക്കെ. സിറം വാങ്ങി കൊണ്ടുവയ്ക്കും. ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും എനിക്ക് ഇവിടെ ഒരു ഡൾനെസ് പോകുമ്പോൾ ഞാൻ ആ സിറം പരട്ടും. ആ സിറം പരട്ടി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് മുഖം കഴുകും, ക്ലൻസർ യൂസ് ചെയ്യും. സിറം യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ ഞാൻ ക്ലൻസറും യൂസ് ചെയ്യാറില്ല. മുഖം വെറുതെ കഴുകുള്ളൂ. പുറത്ത് എവിടെയും പോയി വന്നാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുള്ളൂ. ഈ സാധനം നമ്മൾ പുരട്ടുക. ഇതൊക്കെ പരട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം പറയട്ടെ, അപ്പോൾ എനിക്ക് മിണ്ടാൻ പറ്റില്ല. ഇതൊക്കെ പരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർത്താനം പറയരുത്. നമ്മളുടെ മുഖത്ത് ഇങ്ങനെയൊക്കെ ഗോഷ്ടി കാണിക്കുമ്പോൾ ചുളിവുകൾ വരും, മനസ്സിലായില്ലേ? പിന്നെ ഈ മൂക്കുത്തിൻ്റെ ഉള്ളിലൊക്കെ ഇത് നിറഞ്ഞു കിടക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഡെയിലി ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുക. എന്നിട്ട് കുളിക്കുമ്പോൾ ഈ മൂക്കിൻ്റെ ഈ കല്ലുകളും ഇതിൻ്റെ ചെവീൻ്റെ ഉള്ളിലുള്ള കമ്മലൊക്കെ എന്നും ബ്രഷ് ചെയ്യുക. സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട, വെറുതെ ബ്രഷ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണോ ചോദിച്ചാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് വിട്ടുപോകും. അതൊന്ന് ഡെയിലി ചെയ്തെന്താ അറിയോ, ആ കല്ലിൻ്റെ തിളക്കം അങ്ങനെ തന്നെ ഉണ്ടാവും. മറ്റെന്താ വെച്ചാൽ തിളങ്ങാൻ ഇപ്പോൾ കല്ലിന് സ്വയം വൃത്തിയാവാൻ പറ്റില്ലല്ലോ, നമ്മൾ വൃത്തിയാക്കണ്ടേ. ഇതൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലൊക്കെ കിടക്കല്ലേ. നമ്മൾ ഓരോ ക്രീമൊക്കെ തേക്കുമ്പോൾ ഓ മൈ ഗോഡ്, എൻ്റെ മെയിലൊക്കെ ആവും ഇപ്പോൾ. കുട്ടികൾ ചോറുണ്ട പോലെ ആവും ഇപ്പോൾ. ഈശ്വര, ഞാൻ ഇത് പരട്ടുക. നല്ലത് മുട്ടേൻ്റെ മഞ്ഞ ഞാൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും മുട്ടേൻ്റെ മഞ്ഞേൻ്റെ മണം. അല്ല കേട്ടോ, നല്ല കാപ്പിപ്പൊടീൻ്റെ ബ്രൂ കോഫീൻ്റെ മണമാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ പരട്ടാം, ഒരു മണവും ഇല്ല. ആ ചുണ്ടിൻ്റെ മുകളിലൊക്കെ വരട്ടുണ്ട്. പാടുമെന്നൊന്നും ചോദിച്ചൊക്കെ കേടില്ലല്ലോ. ഇനി മിണ്ടാണ്ടെന്നാൽ മതി, അല്ലെങ്കിൽ വിഴുങ്ങിപ്പോവും. ഇപ്പോൾ ഏതായാലും കുളിക്കാൻ പോയില്ല. അപ്പം നമ്മൾ കഴുത്തിൻ്റെ ഈ പിന്നിലൊക്കെ തേച്ചോളി കൂട്ടരെ, കേടുണ്ടാവില്ല. അപ്പം ഞാൻ ശരിക്കും ദുർമന്ത്രവാദിനിയായില്ലേ? ശരിക്കായേ, അപ്പോൾ കറക്റ്റായി. അപ്പോൾ ഇത് തേക്കുന്നു. ഇതിനൊരു 20 മിനിറ്റ് നമ്മൾ മിണ്ടാതെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി പാട്ട് എന്തെങ്കിലും കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നു. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. ഇതെപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, രസമുണ്ട്, സോഫ്റ്റാണ്, നല്ലതാണ് എനിക്ക് തോന്നി. ഞാൻ മാത്രം യൂസ് ചെയ്ത പാക്കാണ് കേട്ടോ. ഞാൻ എല്ലാവരും ഇത് തേക്കണം നിർബന്ധിക്കുന്നില്ല. എനിക്ക് തേച്ചിട്ട് മോശമൊന്നും തോന്നിയില്ല. നല്ല ഒരു എന്താ പറയുക, ഒരു കളർ മീൻസ് ഒരു ടാൻ പെട്ടെന്ന് ഉണ്ടാവില്ല. നമുക്ക് എന്താ പറയുക, ഇത് തേച്ച് കഴുകുമ്പോഴത്തേക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുക പറയില്ലേ, ഒരു കളർ വ്യത്യാസം ഒരു എവിടെയോ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സുഖമുണ്ട്, തൊടാനും സോഫ്റ്റാണ്. ഓക്കെ, മുടിയൊക്കെ ഇനി കെട്ടി അഴിച്ചിടണം. ഞാൻ ഒരുപാട് നേരം തോർത്താറില്ല, അതിങ്ങനെ തന്നെ ഉണങ്ങിപ്പോല. അപ്പോൾ ഇതാണ് എൻ്റെ പാക്ക്. ബൈ. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ.
വേണമെങ്കിൽ നോക്കിയാൽ മതി.